എപ്പോഴെങ്കിലും പ്ലാൻ എയിൽ മാത്രം ജീവിതം കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ബിയിലേക്ക് പോവാതെയുള്ള ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും ഒരെണ്ണം മാത്രം നമ്മളുടെ ലൈഫ് ഇതിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തീരുമാനിച്ചു, ഈ പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്യൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ ക്ലോസിങ് സോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പാട്ട് ഞാൻ വെക്കണം എന്ന് വിചാരിച്ചത് വേൽ മുരുക ഹരോഹര. കാരണം എൻ്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, അന്ന് തൊട്ട് ഇന്ന് വരെ സെലിബ്രേറ്റഡ് ആവുന്ന പാട്ടാണ്. പക്ഷെ അന്നത്തെ ഷോ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സോങ് ലിസ്റ്റ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇനി ഒരു 6 പാട്ട് പോകാനുണ്ട്, ആകെ ഒരു പാട്ടിനുള്ള സമയമേ അപ്പോൾ പോലീസൊക്കെ വന്നു, ടൈമായി, ഇത് അപ്പുറത്തിപ്പുറത്തൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഷാർപ്പ് 11 o'clock ഷോ വൈൻഡപ്പ് ചെയ്യണം, ഇനി 1 മിനിറ്റും കൂടിയേ ഉള്ളൂ, അല്ല ഇനിയിപ്പോൾ ആകെ 3 മിനിറ്റേ ഉള്ളൂ, ഒരു പാട്ടും കൂടി സമ്മതിക്കുമെന്ന് പറഞ്ഞപ്പം എനിക്ക് അപ്പോൾ ഈ കുറേ പാട്ടുകളിൽ ജാസി ഗിഫ്റ്റ് അതുവരെ സ്റ്റേജിൽ വന്നിട്ടില്ല. ജാസി ഗിഫ്റ്റ് എൻ്റെ ഒരു പാട്ട് പാടാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിൽക്കുക. ഞാൻ ആ സ്ഥലത്ത് വേൽ മുരുകയാണ് എൻ്റെ പ്ലാൻ എ. അപ്പോൾ എൻ്റെ ഷോ തീരുമ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് നിർത്തണം. അപ്പോൾ ഞാൻ ജാസിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു, വേണ്ട, നമ്മൾ ഇവിടെ ബിസിനസ്സിനെക്കാളും നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടല്ലേ നമ്മൾ മ്യൂസീഷ്യൻ ആവുന്നത്. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവും സെൻസിറ്റീവ് സൈഡും എന്നെ അപ്പം കയറി അങ്ങ് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്ക് ജാസിനെ അങ്ങനെ വെറുതെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ തട്ടുമുട്ടും താളം ജാസി പാടിയ പാട്ടും സോനയൊക്കെ ആയിരുന്നു അന്ന് ജാസി പാടാൻ നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. അപ്പോൾ ഒരു പാട്ട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ ബാൻഡിലെ മെമ്പേഴ്സ് എല്ലാവരും ഉടനെ തന്നെ ലാസ്റ്റ് സോങ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല സോങ്, തട്ടുമുട്ടും താളമാണ്. സ്റ്റേജിൽ വെച്ച് എല്ലാവരും തട്ടുമുട്ടും താളം ലാസ്റ്റ് സോങ് കേട്ടു. അപ്പോൾ വേൽ മുരുക അതിന് വേണ്ടിയിട്ടല്ല ഈ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തട്ടുമുട്ടും താളം. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ജാസിനെ ഞാൻ സ്റ്റേജിൽ വിളിക്കുന്നതും രേച്ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ തട്ടുമുട്ടും താളത്തിനുള്ളൊരു പാട്ട് ഒരു സ്റ്റേജിൽ എത്ര എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് വേൽമുരുകയെ കിട്ടുന്നതിനേക്കാളും വലിയൊരു ഒരു സെലിബ്രേഷൻ എഫക്റ്റാണ് തട്ടുമുട്ടും താളത്തിൽ ജാസി വന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ പ്ലാൻ ബിയിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പാട്ടിന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞത്. ഇന്നും അതിൻ്റെ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഈ പാട്ട് ഇങ്ങനെ, പിന്നെ ജാസി ആയതുകൊണ്ട് അത് ഭയങ്കര രസമായി, ക്രൗഡ് സപ്പോർട്ടും എല്ലാം വന്നു. അപ്പോൾ അതായിരുന്നു അവിടെ ഏറ്റവും വർക്കൗട്ട് ആയത്. അപ്പോൾ ഞാൻ ഈ പ്ലാൻ എ മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് എനിക്ക് നടക്കില്ല എന്ന് ആ ഒരു ഷോയിൽ കൂടി എനിക്ക് വീണ്ടും അറിയുന്നൊരു സംഭവം. അപ്പോൾ എന്ത് തോന്നുന്നു, ഷിഫ്റ്റ് പ്ലാൻ.